പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതയെ തുടർന്ന് ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം കനത്ത പ്രതിസന്ധിയിൽ. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ UAE വിമാന കമ്പനികൾ റദ്ദാക്കുകയും സമയക്രമം മാറ്റുകയും ചെയ്തു. അതേസമയം ദുബായ്, അബുദാബി, ഷാർജ വിമാനത്താവളങ്ങൾ നിലവിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി UAE ആസ്ഥാനമായ എമിറേറ്റ്സ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കുമുള്ള സർവീസുകളിൽ മാറ്റം വരുത്തി. എത്തിഹാദ് എയർവേസ് അബുദാബിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള സർവീസുകൾ ജൂലൈ 24 വരെ റദ്ദാക്കിയിട്ടുണ്ട്. ബഹ്റിനിലേക്കുള്ള വിമാനങ്ങൾ ജൂലൈ 23 വരെ നിർത്തിവച്ചതായും അധികൃതർ അറിയിച്ചു. പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസിന്റെ ദുബായ്, കുവൈറ്റ് സർവീസുകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുവൈറ്റ് സർവീസുകളുടെ വിവരങ്ങൾ എയർ അറേബ്യയും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുന്നവർ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അതത് വിമാന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശമുണ്ട്. UAEക്ക് സൗദി അറേബ്യയ്ക്കിടയിലുള്ള വിമാന സർവീസുകളെ നിലവിലുള്ള സംഘർഷം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദുബായ്, അബഹ, ഷാർജ, അബഹ സർവീസുകൾ ഇപ്പോഴും തടസ്സപ്പെട്ട നിലയിലാണ്. യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്നവർ ബന്ധപ്പെട്ട എയർലൈനുകളുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിച്ച ശേഷമേ വിമാനത്താവളങ്ങളിലേക്ക് എത്താവൂ എന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകുക. ജനം, ദുബായ്.